അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. വിശ്വാസം ഒരാശ്രയമാണ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ കാരണം ഞാൻ ദൈവത്തെ ആശ്രയിക്കുന്നു. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കാത്തിടത്തോളം ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ഫെയ്ത്ത് ഈസ് ദ ട്രസ്റ്റ്. പീപ്പിൾ വിൽ ചേഞ്ച്, സിറ്റുവേഷൻ ക്യാൻ ചേഞ്ച്, വെദർ ക്യാൻ ചേഞ്ച്, എവറിത്തിങ് ക്യാൻ ചേഞ്ച്. എല്ലാത്തിലും മാറ്റങ്ങൾ വരാം. മാറാത്തവൻ at any situation, at any circumstances. ആകാശം മാറാം, ഭൂമി മാറാം, but his word never ever change it. നിങ്ങളുടെ വിശ്വാസം ദൈവത്തിലായിരിക്കട്ടെ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. ഞാൻ എബ്രഹാമിൽ കണ്ട ഒരു പ്രധാന ക്വാളിറ്റി, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 16-ാമത്തെ വാക്യം. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായിക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശം ആക്കും. വാട്ട് ഈസ് ദ റീസൺ? നീ ഈ ഒരു കാര്യം ചെയ്തതുകൊണ്ട്. എന്താണ് ആ കാര്യം? നിന്റെ ഏകജാതനായ മകനെ തരാൻ മടിക്കായിക കൊണ്ട്. മടി അനുഗ്രഹത്തിന്റെ തടസ്സം അതാണ്. റീസൺ ഓഫ് ബ്ലെസ്സിങ് അബ്രഹാമിന്റെ മടിയില്ലായ്മയായിരുന്നെങ്കിൽ, റീസൺസ് ഓഫ് കേഴ്സ് നിന്റെ മടിയാണ്. നമ്മുടെ അനുഗ്രഹത്തെ തടയുന്ന ഒരു പ്രധാന മേഖലയാണത്. പ്രാർത്ഥിക്കാനുള്ള മടി, ആരാധിക്കാനുള്ള മടി, ദൈവത്തിന് വേണ്ടി കൊടുക്കാനുള്ള മടി, ഉപവസിക്കാനുള്ള മടി, ചർച്ചിൽ ആരാധനയ്ക്ക് വരാനുള്ള മടി. റെയ്നാർഡ് ബോങ്കെ, ഇവാഞ്ചലിസ്റ്റ് റെയ്നാർഡ് ബോങ്കെ തൻ്റെ പ്രസംഗങ്ങളിൽ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്. കുഴിയിൽ വീണുപോയ ഒരുത്തനെ കൈപിടിച്ച കുഴിയിൽ നിന്ന് കയറ്റുവാൻ ദൈവം തയ്യാറാണ്. At any situation, at any circumstance, the Lord will save you. പക്ഷേ ചാരുകസേരയിൽ കിടക്കുന്ന ഒരു മടിയനെ തൊടാൻ ദൈവം വരത്തില്ല. ദൈവം മടിയന്മാരുടെ ദൈവം അല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ മനുഷ്യനെ നോക്കി ദൈവം പറഞ്ഞത്, നീ വിയർപ്പൊഴുകി അധ്വാനിക്കുമെന്നാണ്. അബ്രഹാമേ, നിന്നെ ഞാൻ അനുഗ്രഹിക്കാൻ ഒറ്റ റീസണേ ഉള്ളൂ. നീ വിശ്വാസികളുടെ പിതാവായി തീരാൻ ഒറ്റ കാരണമേ ഉള്ളൂ. നീ ആകാശത്തിലെ നക്ഷത്രം പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും നീ വർദ്ധിക്കാൻ ഒറ്റ റീസണേ ഉള്ളൂ. എനിക്ക് വേണ്ടി നിൽക്കാനും എന്നിൽ വിശ്വസിക്കാനും എനിക്ക് തരാനും നിനക്ക് മടി ഉണ്ടായിരുന്നില്ല. ആ മടിയില്ലായ്മയാണ് നിന്നെ അനുഗ്രഹിച്ചത്. ഒന്ന് കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറയാമോ? ഇന്ന് ഈ രാത്രിയിൽ ചില മടികൾ പൊട്ടട്ടെ. അതിന്റെ 12-13 വാക്യം നോക്കിയ മടി പോയവന്റെ മേളിൽ എന്ത് സംഭവിച്ചു? 12-13 വാക്യം. ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായി. വീണ്ടും അതേ വേർഡ് ദൈവം റിപ്പീറ്റ് ചെയ്യുകയാണ്. നിന്റെ ഏകജാതനായ മകനെ തരാൻ മടിക്കായിക കൊണ്ട്. അടുത്ത വാക്യത്തിൽ word 13 is important. അബ്രഹാം തല പൊക്കി നോക്കിയപ്പോൾ പിൻപുറത്തൊരു കാട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം നാട്ടുകൊറ്റനെ പിടിച്ച് തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. മടിയില്ലാത്തവൻ ദൈവത്തിന്റെ കരുതൽ കണ്ടു. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു കരുതൽ ആ മൗണ്ടന്റെ മേളിൽ മുൾപ്പടർപ്പിനകത്ത് കുരുങ്ങിക്കിടക്കുന്നത് കണ്ടു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ചില മടികൾ ഇന്ന് പൊട്ടിയാൽ നിങ്ങൾ ദൈവത്തിന്റെ കരുതലുകൾ കാണും. ചില മടികൾ പൊട്ടിയാൽ നിങ്ങൾ ദൈവത്തിന്റെ കരുതലുകൾ കാണും. അബ്രഹാം മകനെ മാത്രമല്ല കൊടുത്തത്,
അബ്രഹാം മോറിയായിൽ ആരാധന കൊടുത്തു ദൈവത്തിന്, ബഹുമാനം കൊടുത്തു, സ്തുതി കൊടുത്തു, തനിക്കുള്ളതെല്ലാം കൊടുത്തു. തന്റെ ഏറ്റവും പ്രിയപ്പെട്ടതെല്ലാം, മറ്റെന്തിനേക്കാളും അധികം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നതാണ് ഞാൻ ദൈവത്തിന് കൊടുക്കുന്ന ആരാധന. അവിടെയാണ് ദൈവത്തിന്റെ കരുതൽ നിങ്ങൾ കാണുന്നത്.